കേൾക്കാമെന്ന ആയിരക്കണക്കിന് പെണ്ണുങ്ങളുണ്ടല്ലോ. ഉമ്മാ ഓതിയോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമൊന്ന് തൊടാൻ നിന്നെ കൊണ്ട് പറ്റിയോ? നിരന്നിരിക്കുന്ന മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്ന വാപ്പമാരോട്, ചെറുപ്പക്കാരോട്, സംഘാടകരോട് ഇന്നത്തെ ദിവസം അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമൊന്ന് തൊടാൻ ഒരു മിനിറ്റ് നിനക്കുണ്ടായോ ചെറുപ്പക്കാരാ? നമുക്കറിയില്ലടോ, നമ്മുടെ വീട്ടിലിരിക്കുന്ന ഖുർആൻ ആരെങ്കിലും മരിക്കണം എടുക്കണമെങ്കിലും വാപ്പ മരിച്ച, ഉമ്മ മരിച്ച എടുത്ത് യാസീൻ ഓതാനുള്ള ഗ്രന്ഥമായി ഖുർആൻ എന്ന് മാറിയല്ലോ. അല്ലാഹുവിന്റെ പള്ളിയുടെ അലമാരിക്കകത്ത് അടുക്കി വെച്ചിരിക്കുകയാണ്. റമളാനെത്തുമ്പോ എടുക്കാൻ, 27-ാം രാവിന്റെ രാത്രിയിൽ എടുക്കാനുള്ള ഗ്രന്ഥമായി അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം മാറിയല്ലോ. ആദരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല. തമാശയാണ്, നിസാരമാണ്. അത് പിരിക്കാനുള്ള ഗ്രന്ഥമാണെന്ന് കരുതിയോ പെങ്ങളെ? അല്ലാഹുവിന്റെ കലാമിനെ നിനക്കറിയാനട്ടാ. കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. അല്ലാഹുവിന്റെ ഖുർആനിനോട് കളിക്കരുത്. നിനക്കതിനെ കുറിച്ച് അറിയാനട്ടാണ്. അതിന്റെ മഹത്വം എന്തെന്നറിയോ? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. ആ ഖുർആൻ എങ്ങാനും അല്ലാഹു ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറക്കിയിരുന്നെങ്കിൽ, അല്ലാഹു ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ, സുബ്ഹാനല്ലാഹ്, അത് ഇറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും ധൂളികളായി പോകുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ